ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വലിയ കരുണയോടെ നമ്മെ അനുഗ്രഹിക്കുന്ന, നമുക്കായി വഴി തെളിച്ചു തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ, സ്നേഹത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശു വരച്ച് ദിവസം ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറി കരഞ്ഞിടണം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. Proverbs chapter 3 verses 5 and 6. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലൂടെ. സുഭാഷിതങ്ങൾ വിസ്ഡം ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. വിസ്ഡം ലിറ്ററേച്ചർ അനുദിന ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് ഇസ്രായേലിനെ നിർദ്ദേശിക്കുന്ന പുസ്തകമാണ്. ജീവിതത്തിൻ്റെ ധാർമ്മിക തലം, കർത്താവിനോടുള്ള ബന്ധം, നമ്മൾ പാലിക്കേണ്ട വിവേകം, ഇതൊക്കെ ഈ പുസ്തകങ്ങളിൽ, വിസ്ഡം ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. ട്രസ്റ്റ് ഈസ് ടോട്ടൽ സറണ്ടർ. എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ട് ബാക്കി കർത്താവിന് കൊടുക്കുന്നതല്ല, പൂർണ്ണമായും കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്. അത്തരമൊരു സമർപ്പണം ഈ വർഷം ഉണ്ടാകട്ടെ. കർത്താവിലേക്ക് മുഴുവനായും വിട്ടുകൊടുക്കാം. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. അതിൻ്റെ അർത്ഥം ബുദ്ധി മോശമാണെന്നല്ല. ബുദ്ധി ഒരിക്കലും മോശമാകില്ല, കാരണം ബുദ്ധി നൽകിയതും കർത്താവ് തന്നെയല്ലേ. മറിച്ച് ആ ബുദ്ധി കർത്താവിന് തന്നെ എതിരായിട്ട് ഉപയോഗിക്കുമ്പോഴോ, ബുദ്ധിയാലെ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലോ, ബുദ്ധിക്ക് മുകളിൽ കർത്താവ് തരുന്ന ഒരനുഭവമുണ്ട്. അതിനു വേണ്ടി ആഗ്രഹിക്കണമെന്ന്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. ഒരുപക്ഷെ ഏറ്റവും ലളിതമായ ഒരാത്മീയതയാണത്. ദൈവവിചാരമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരു ദൈവവിചാരം. നമ്മുടെ പൂർവിക തലമുറ എപ്പോഴും പറഞ്ഞു തന്നിരുന്നൊരു വാക്കാണ് ദൈവവിചാരത്തോടെ ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഗോഡ് സ്ട്രെയിറ്റൻസ് പാത്സ് വി കനോട്ട് ഫോർസീ. നമുക്ക് കാണാൻ പറ്റാത്ത വഴികളെ, മുന്നേ കാണാൻ കഴിയാത്ത ജീവിതത്തെ കർത്താവ് നമുക്കായി നേരെയാക്കി തരുമെന്ന്. തീർച്ചയായിട്ടും പുത്തൻ വർഷം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത്തരമൊരു അനിശ്ചിതത്വത്തിൻ്റെ സാഹചര്യത്തിൽ വിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടത്. എല്ലാം വ്യക്തമായി കണ്ടിട്ട് നടക്കുന്നതിൻ്റെ പേരല്ല വിശ്വാസം, മറിച്ച് നടത്തുന്നവനെ ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ട്രസ്റ്റിംഗ് ദ ഗൈഡ്. കാണേണ്ട ഇടങ്ങളെല്ലാം നിനക്ക് അറിഞ്ഞുകൂടാ, പോകേണ്ട സ്ഥലങ്ങളും നിനക്ക് വലിയ നിശ്ചയമില്ല.
പക്ഷേ യു ആർ ട്രസ്റ്റിംഗ് ദ ഗൈഡ്. കർത്താവാണ് നമ്മുടെ നാഥൻ. അവൻ നമ്മളെ നടത്തുമെന്ന് വിശ്വസിക്കണം. ആവിലായിലെ അമ്മ ത്രേസ്യായുടെ സുന്ദരമായ ഒരു വാക്യമുണ്ട്. ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു, ഗാഡ് അലോൺ സഫൈസസ്. ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു, ഗാഡ് അലോൺ സഫൈസസ്. ഒന്നും നിന്നെ ആകുലപ്പെടുത്താതിരിക്കട്ടെ, നിനക്ക് ദൈവം മതി. ദൈവം തന്നെ ധാരാളം. എനിക്ക് ദൈവം മതി. ആകുലത മാറ്റി, ഉത്കണ്ഠ മാറ്റി നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ഇടയനായ നാഥ, ഈ വർഷത്തെ എൻ്റെ എല്ലാ പദ്ധതികളെ ഞാൻ തിരുക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഈശോ, എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ പരിചയത്തിലും ബന്ധത്തിലും സൗഹൃദത്തിലുമുള്ള എല്ലാവർക്കും വേണ്ടി ഈ ശുശ്രൂഷയിൽ ഈ പ്രഭാതത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടി, ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ പുത്തനാണ്ടിലേക്ക് വലിയ ഉത്കണ്ഠയോടെ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പദ്ധതികളെ, ഞങ്ങളുടെ ഭയങ്ങളെ, ഞങ്ങളുടെ ഉത്കണ്ഠകളെ, ഞങ്ങളുടെ വ്യക്തത കുറവിനെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ഓരോ ചുവടും നീ കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് കാണേണ്ടത് ലക്ഷ്യമല്ല ഈശോ, ഞങ്ങൾക്ക് കാണേണ്ടത് നിന്റെ മുഖമാണ്. നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കട്ടെ. ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.